ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പൊ നമ്മൾ ഈ 2 ദിവസമായിട്ട് ആക്ടർ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ ഷോപ്പിൽ നടന്ന തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായി. ആരാണ് തട്ടിപ്പ് നടത്തിയത്, ആരാണ് പറ്റിക്കപ്പെട്ടത് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഈ പ്രതികൾ എന്ന് പറയുന്ന പെൺകുട്ടികൾ പുറത്തുവിട്ട വീഡിയോയിൽ പോലും അത് ക്ലിയർ ആണ് ആരുടെ ഭാഗമാണ് ശരി എന്നുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനൊന്നുമില്ല. ദിയ കൃഷ്ണ നല്ല വെടിപ്പായിട്ട് പറ്റിക്കപ്പെട്ടു. ആ പെൺകുട്ടികൾ ദിയാകൃഷ്ണയെ വഞ്ചിച്ചു, അവിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു സ്ഥാപനം അത് അവര് ദിയാകൃഷ്ണയെ വഞ്ചിച്ചു. പക്ഷെ ആ കാര്യത്തിൽ ഇപ്പോഴുള്ള ആകെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ 69 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അത്ര ചെറിയ തുകയൊന്നുമല്ല. ഒരുപക്ഷെ അവരെ സംബന്ധിച്ച് ചെറിയ തുക ആയിരിക്കും, എങ്കിലും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് 69 ലക്ഷം രൂപ ഒരു 10 മാസം കൊണ്ട് ഒരു സ്ഥാപനത്തിൽ ജീവനക്കാർ വെട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും എന്താ പറയുക ഈസി ആയിട്ടുള്ള ഒരു സംഭവമല്ല. കാരണം പ്രോപ്പറായിട്ട് ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകം തന്നെ ഈ കാര്യങ്ങൾ ഒരു മാസത്തിനകത്ത് തന്നെ ആ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഈ 69 ലക്ഷം രൂപ 10 മാസത്തിനുള്ളിൽ തട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര കോടികളായിരിക്കും അവരുടെ ഈ 10 മാസം കൊണ്ടുള്ള വരുമാനം എന്നാണ് ഞാൻ ആ കാര്യം കേട്ടപ്പോൾ ആലോചിച്ചത്. അപ്പൊ അതിന് നെല്ലും പതിരൊന്നും തിരിയേണ്ട ആവശ്യമില്ല, അത് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടന്നു. ഇത് അവർ രണ്ടു കൂട്ടരും, അതായത് ദിയാകൃഷ്ണ കുറച്ച് ആ കുട്ടിയുടെ അലസതയായിരിക്കാം, അല്ലെങ്കിൽ അനാരോഗ്യം കാരണം എന്തോ ആ കുട്ടിക്ക് ഷോപ്പിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ആ അവസരം ഈ പറയുന്ന പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്ന ആ 3 പെൺകുട്ടികൾ മുതലെടുത്തു. അവര് ദിയാകൃഷ്ണനെ വഞ്ചിച്ചു. ഇതിനിടയിൽ നടന്ന ഒരു സംഭവം, അതായത് ഈ വഞ്ചിക്കലും തട്ടിയെടുക്കലും ഒക്കെ അവര് രണ്ടു കൂട്ടര് തമ്മിൽ അവരെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ദിയാകൃഷ്ണനും ആ ദിയാകൃഷ്ണനെ പറ്റിച്ച 3 പെൺകുട്ടികളും അവരുടെ ഇടയിൽ മാത്രം സംഭവിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടികൾ ആദ്യം മുതൽ ചെയ്ത കാര്യങ്ങളൊക്കെ മഹാവിഡിത്തങ്ങളാണ്. കാരണം അവർ തന്നെ ഈ പറയുന്ന ദിയാകൃഷ്ണനൊക്കെ ആദ്യം ഇന്നലെ അവരുടെ അമ്മയുടെ ചാനലിൽ പുറത്തു വന്ന വീഡിയോ എന്ന് പറയുന്നത് അവർ ഈ സംഭവം പിടിച്ചപ്പോഴുള്ള വീഡിയോ ആണ്. അപ്പൊ അത് അവർ സമ്മതിക്കുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവര് തന്നെ പുറത്തുവിടുന്ന വീഡിയോ ഉണ്ട്. ഇവര് പുറത്തുവിടുന്ന വീഡിയോയിലും ദിയാകൃഷ്ണൻ ചോദിക്കുമ്പോൾ ഇവർ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വാദിക്കുന്നതേ ഇല്ല. അവർ സമ്മതിക്കുന്നുണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് പോലും അവർ ആ വീഡിയോ പുറത്തേക്ക് വിട്ടത് എന്തിനാണെന്ന് വെച്ചാൽ ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും ഇവരെ ഭീഷണിപ്പെടുത്തിയതുള്ളതാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നതാണെങ്കിൽ ഈ 69 ലക്ഷം രൂപയൊക്കെ പറ്റിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരെ ആ രീതിയിലല്ല, അതിനേക്കാൾ വലിയ രീതിയിൽ ആളുകൾ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കും, അവരുടെ വായത്തോതൊക്കെ പറയും. ആ ഒരു വികാരമാണ്, പറ്റിക്കപ്പെട്ട ആളുടെ ഒരു വികാര പ്രകടനമാണ് എനിക്ക് ദിയാകൃഷ്ണയുടെ ആ വീഡിയോ കണ്ടപ്പോൾ, ആ വോയിസ് കേട്ടപ്പോൾ തോന്നിയത്. സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ്. എന്നിട്ട് ഈ പെൺകുട്ടികൾ ആ വീഡിയോ പുറത്തേക്ക് വിട്ടു. അത് അവര് ആൾക്കാരെ കൂട്ടാൻ, അതായത് ദിയാകൃഷ്ണക്കും ഈ പറഞ്ഞ കൃഷ്ണകുമാർ ഫാമിലിക്ക് ഈ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു അവര് മുന്നേ പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകളോടും അല്ലെങ്കിൽ പുറം സമൂഹത്തിന് ഈ പറയുന്ന ഇവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പൊക്കെ മുതലെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഈ വോയിസ് പുറത്തേക്ക് വിടുന്നത്. അല്ലാതെ പിന്നെ എന്താ പറയാ, അങ്ങനെ കുറെ ഹേറ്റേഴ്സ് അവർക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ ഉറക്കെ സംസാരിക്കും, അല്ലെങ്കിൽ ഇവരെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ആളുകൾ എങ്കിലും ഇവരുടെ ഭാഗത്ത് നിൽക്കും. അപ്പോൾ ഈ പറയുന്ന പൊതുസമൂഹത്തിൽ നിന്ന് ഇവര് അതായത് കൃഷ്ണകുമാറിന്റെ ഫാമിലിയിൽ നിന്ന് ഇവർ പറ്റിച്ചു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാകാവുന്ന ഒരു ഡാമേജ് ഉണ്ടല്ലോ, അത് പ്രതിരോധിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം ഇവരിങ്ങനെ ഒരു കാര്യം മുൻകൂട്ടി ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും അതൊക്കെ പൊളിഞ്ഞുപോയി. പക്ഷെ അവരവിടെ ചെയ്തൊരു കാര്യമുണ്ടല്ലോ. എന്നിട്ട് അവർ പുറത്ത് വന്ന് പറയുന്നത് ഞങ്ങളെ ജാതീയമായി അധിക്ഷേപിച്ചു, ഞങ്ങളെ പിന്നെന്താ ആ കുട്ടി ദിയയുടെ ഹസ്ബൻഡ് രാത്രിയൊക്കെ ഫോൺ വിളിച്ച് മോശമായിട്ട് സംസാരിച്ചു എന്നുള്ള രീതിയിൽ ആ രീതിയിലൊക്കെ ഈ പ്രശ്നത്തെ വഴിതിരിച്ചു വിടാൻ ഇവർ ശ്രമിച്ചു. അപ്പൊ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, നമ്മളിപ്പോ ഇന്ന് ഞാൻ വേറൊരു സ്ത്രീയുടെ ഒരു വീഡിയോ കണ്ടു. എന്തോ ഒരു നായർ ഒഫീഷ്യൽ, അവരുടെ പേര് ഞാൻ പറഞ്ഞു, ശ്രീജ നായർ ഒഫീഷ്യൽ അങ്ങനെ എന്തോരാണ് അവരുടെ പേര്. അപ്പൊ അവര് നിന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ പിന്നെ ഇപ്പൊ ഇവരും വേടനും ഒക്കെ ഇവരുടെ ജാതി പറഞ്ഞ് ആളുകളെ പിന്നെ മുതലെടുക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഇന്ത്യയിലെ ഒരു അവസ്ഥയിൽ എവിടെയും ജാതി പറയേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല, എല്ലാവരും തുല്യരാണ്. പിന്നെ അവര് കുറെ അതിന് എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ദ്രൗപദി മുർമു, പിന്നെ രാംനാഥ് കോവിന്ദ്, അബ്ദുൽ കലാം, പിന്നെ ആരായിരുന്നു കലാഭവൻ മണി, ഇങ്ങനെ കുറെ ആൾക്കാരുടെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടാണ് ഇവർ കാര്യങ്ങൾ അവരുടെ പോയിന്റ്സ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതാണ് ഇതിന്റെ ഡാമേജ്. അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ ചെയ്തിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത് ഈ സ്ത്രീ പറഞ്ഞ കാര്യത്തിലുണ്ട്. അതായത് ഇവർ ഈ തെറ്റ് ചെയ്തു എന്ന് പൊതുസമൂഹത്തിന് വ്യക്തമായി വരുന്നിടത്ത് ഇവർ ഈ ജാതി കാർഡ് ഇറക്കുമ്പോൾ അത് ഈ ജാതീയത, അതായത് ഈ പറയുന്ന സംവരണമൊന്നും വേണ്ട എന്നൊക്കെ വാദിക്കുന്ന, ഇപ്പൊ ഇവിടെ അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവരും തുല്യരാണ് എന്നൊക്കെ വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ. അവരുടെ മുന്നിലേക്ക് ഇവർ ഇങ്ങനെയുള്ള സംഭവം ചെയ്യുമ്പോൾ അവർക്കൊന്നുകൂടെ അവരുടെ പോയിന്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു പിടിവള്ളിയാണ് ഇവർ ഇട്ടുകൊടുത്തിരിക്കുന്നത്.
അതുകൊണ്ട് ആ സമൂഹത്തിൽ, അതായത് അങ്ങനെ പിന്നെ ഈ ഒരു ജാതീയത കൊണ്ട് ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ അവര് അങ്ങനെ ഒരു ആരുടെയും കയ്യിൽ നിന്ന് നാളെ അവർ അങ്ങനെ ഒരു അധിക്ഷേപം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുസമൂഹത്തിൽ നിന്ന് അവർക്കുള്ള പിന്തുണ കുറയാനുള്ള ഒരു കാരണമാണ് ഇന്ന് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ആ സ്ത്രീ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസ് അങ്ങനെ ഒന്നും ഇല്ലാത്ത എന്താ പറയാ എല്ലാവരും തുല്യരായിട്ട് ജീവിക്കുന്ന ഒരു നാടാണോ നമ്മുടേത്? അല്ല. കുറച്ച് നാൾ മുന്നേ ഈ പറയുന്ന ദിയ കൃഷ്ണയുടെ അച്ഛൻ കൃഷ്ണകുമാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്റെ വീട്ടിൽ പണ്ട് പണിക്കൊക്കെ വരുന്ന ആളുകൾക്ക് പറമ്പിൽ കുഴി കുത്തിയിട്ട് അതിലാണ് ഫുഡ് കൊടുത്തിരുന്നത് എന്നൊക്കെ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിനോട് കേരളത്തിന്റെ പൊതുസമൂഹം ഭയങ്കരമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ കുറെ ആൾ വാദിച്ചു. കാരണം അയാൾ ജീവിച്ചു വന്നൊരു കാലഘട്ടത്തിലൊന്നും കേരളത്തിൽ അങ്ങനെ ഒരു വിവേചനമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. എന്നിട്ട് പോലും അയാളത് പറഞ്ഞത് ഈ ഉയർന്ന ജാതി എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിൽ കിട്ടാനിടയുള്ള ഒരു പ്രിവിലേജ് ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും അതിപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. കാരണം നമ്മുടെ സുരേഷ് ഗോപി എം പി പല സ്ഥലത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം. സുരേഷ് ഗോപി എം പിയുടെ അയാളൊരു ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു. അങ്ങനെ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളെ ഈ നാട്ടിലുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ ബ്രാഹ്മണന്മാര് പട്ടര് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു ഭയങ്കര ബഹുമാനമാണ്. എന്തിനാണ് എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെ ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളിടത്ത് ഇപ്പോഴും ഒരു മോശം ഡ്രസ് ഇട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഒരു മോശം വാക്ക് നമ്മൾ പെലയന്മാരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. ഇത് ഒരു മോശം അല്ലെങ്കിൽ ഒരു ഭയങ്കര എന്താ പറയാ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പെലയന്മാരെ പോലത്തെ ഡ്രസ്സ് ഇടുന്നെ. അങ്ങനെ ഇപ്പോഴും സമൂഹം ഈ പറയുന്ന പോലെ ഈ എല്ലാവരും ഈക്വൽ ആയിട്ടുള്ളതൊന്നും അല്ല. ആളുകൾക്കിടയിൽ ഈ മനോഭാവമൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ ഒരു പരിധി കഴിഞ്ഞ് പുറത്തേക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സമൂഹം അതിനെ എങ്ങനെ കാണും എന്നുള്ളൊരു സംശയം കൊണ്ട് പലരും അത് പുറത്തേക്ക് പറയുന്നില്ല എന്ന് മാത്രം. അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിലാണ് ഈ പെൺകുട്ടികൾ ഇപ്പൊ വന്നിട്ട് ഈ ജാതിക്കാർഡ് അത് കൂടാതെ പയ്യൻ ഇവരെ വിളിച്ചിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത്, മോശമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ഇല്ലാത്ത സംഭവങ്ങൾ ഇവരിങ്ങനെ പുറത്തേക്ക് പറയുമ്പോൾ ഇങ്ങനെ ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അതായത് അവർ ഏത് ജാതി ആയിക്കോട്ടെ, ഇനിയിപ്പോ ഇവര് തെറ്റ് ചെയ്യാതെയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമൂഹം മൊത്തം അവരുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ഇവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതം ആയിക്കോട്ടെ, ഏത് ലിംഗം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ മുന്നിൽ ഈ നീതിന്യായ വ്യവസ്ഥയിൽ, നമ്മുടെ നിയമവ്യവസ്ഥയിൽ എല്ലാവരും ഏത് ജാതി മതം ലിംഗം ഒന്നും അവിടെ വ്യത്യാസമില്ല, എല്ലാവർക്കും ഒരേ ശിക്ഷയാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഒരു തെറ്റിനെ മറയ്ക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നിങ്ങൾ സ്ത്രീയാണ് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളൊരു താഴ്ന്ന ജാതിയാണ് എന്നുള്ളതൊക്കെ പുറത്തേക്ക് പറഞ്ഞ് അതിന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ എന്താ പറയാ ആ ലിംഗത്തിനും അല്ലെങ്കിൽ പിന്നെ ജാതിയിലുള്ള ആരുടെയും കയ്യിൽ നിന്നൊക്കെ അധിക്ഷേപം നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ എന്താ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് പുറത്തു പറയുമ്പോൾ അവർക്കുള്ള പിന്തുണയും കൂടെ നഷ്ടപ്പെടുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ പുറത്തു പറയുന്ന ആളുകളെ പിന്തുണയ്ക്കാൻ സമൂഹത്തിലെ മറ്റുള്ളവര് രണ്ടാമത് ഒന്നുകൂടി ആലോചിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കാമായിരുന്നു. അവർക്ക് തെറ്റ് ചെയ്തു, അവർക്ക് ഏതെങ്കിലും രീതിയിൽ പുറത്തു വെച്ച് തന്നെ അവർക്ക് സെറ്റിൽ ചെയ്തിട്ടൊക്കെ പോയാൽ മതിയായിരുന്നു. അതിനിടയിൽ ഇങ്ങനെ മൊത്തത്തിൽ കുറച്ച് ആകെ നാറി ഇത്രയും വൃത്തികേടാക്കാൻ നിൽക്കേണ്ട ഒരു അവസ്ഥ ആ പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും അവർ ചെയ്തു. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ ഇത്രയും പറ്റിക്കപ്പെട്ടവൻ ആരും നിന്ന് കൊടുക്കരുത്. ദിയാകൃഷ്ണ എന്നല്ല, നാളെ ആരായാലും ഇങ്ങനെയൊന്നും പറ്റിക്കപ്പെടാൻ ഒരാൾ നിന്ന് കൊടുക്കരുത്. കാരണം ഈ 69 ലക്ഷം രൂപയൊക്കെ പോകുന്നവരെ, അതായത് സ്റ്റോക്ക് അടക്കം അടിച്ചോണ്ട് പോയി മാറ്റി വിറ്റു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത്രയും കെയർലെസ് ആയിട്ടൊന്നും ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ എന്തായാലും പറ്റില്ലായിരിക്കും. എന്താ ഒരു സ്റ്റോക്ക് ഒക്കെ വന്നിട്ട് അതൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന അത് ഭയങ്കര സംഭവമല്ലേ. അപ്പൊ എന്തായാലും ഇനിയെങ്കിലും ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ ഇങ്ങനെ നായർ വാലൊക്കെ പുറകിലുള്ള സ്ത്രീകൾക്ക് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ എന്താ പറയാ ഇതുപോലെ അധിക്ഷേപിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തെറ്റ് ചെയ്തോ അതിനുള്ള ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങുക. അതിനിടയിൽ പിന്നെ ജാതി മതം അത് ഇതൊന്നും പറഞ്ഞ് വരാതിരുന്ന ഏറ്റവും വലിയ ഉപകാരം.